കഴിഞ്ഞ 2 വർഷമായി പാർലമെന്റ് സമ്മേളനം എന്നതിന് തുടർച്ചയായ ബഹളം എന്ന് മാത്രമാണ് അർത്ഥം. ബജറ്റ് സമ്മേളനം ആരംഭിച്ചതും തെലങ്കാന പ്രക്ഷോഭത്തിന്റെ നിഴലിലാണ്. ആദ്യ ദിവസം മുതൽ ആരംഭിച്ച ബഹളം അവസാന ദിവസം വരെ നീണ്ടുനിന്നു. ഇടയ്ക്ക് വച്ച് സമ്മേളനം വെട്ടിച്ചുരുക്കുമോ എന്ന ആശങ്കയുമുണ്ടായി. രാജ്യസഭയിൽ ഒരു ദിവസം പോലും ചോദ്യോത്തരവേള നടന്നില്ല. ലോകസഭ ഇന്ന് മാത്രമായിരുന്നു സമ്മേളിച്ച ഉടനെ തടസ്സപ്പെടാതിരുന്നത്. റെയിൽവേ വോട്ട് ഓൺ അക്കൗണ്ട് ബഹളം മൂലം അവതരിപ്പിക്കാൻ കഴിയാതിരിക്കുക എന്ന അപൂർവ സംഭവത്തിനും ലോക്സഭ സാക്ഷ്യം വഹിച്ചു. ഭരണകക്ഷി എംപിമാർ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയെന്നതും സംഭവിച്ചു. കോൺഗ്രസ് എംപിമാരും മന്ത്രിമാരും നടുത്തളത്തിലിറങ്ങി സർക്കാരിനെതിരെ ബഹളം വെച്ചു. ആന്ധ്ര വിഭജന ബില്ല് അവതരിപ്പിച്ച ദിവസം കയ്യാങ്കളി കൈവിട്ടു. ഒരു എംപി പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ മറ്റൊരാൾ കത്തി ഉയർത്തി കാണിച്ചു. ഒരേ പാർട്ടിയിലെ എംപിമാർ സഭയ്ക്കുള്ളിൽ പരസ്പരം ഏറ്റുമുട്ടി. പാർലമെന്റ് പരിസരത്ത് ആത്മാഹുതി ഭീഷണിയും സംഘർഷവും. രാജ്യസഭയിൽ സെക്രട്ടറി ജനറലിനെ കയ്യേറ്റം ചെയ്ത എംപിമാർ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ബില്ല് കീറി മുഖത്തെറിയുകയും ചെയ്തു. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ സേന പിടിച്ചുകൊണ്ടുപോയ സംഭവവും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് നേരെയുള്ള വംശീയ അതിക്രമവും മുതൽ രാജ്യത്തെ ബാധിക്കുന്ന പല പ്രധാന സംഭവങ്ങളും സഭ വിശദമായി ചർച്ച ചെയ്തില്ല. അതീവ പ്രധാനമായ ബില്ലുകൾ പരിഗണിക്കപ്പെടേണ്ടതുള്ളതുകൊണ്ട് സഭാ സമ്മേളനം നീട്ടാമെന്ന നിർദ്ദേശവും പ്രതിപക്ഷം സ്വീകരിച്ചതുമില്ല. I had a final discussion in the morning today, and they have not agreed, despite the fact that these bills are pending from 2011, 2013, 2012. So, very unhappily, I have no choice but to adjourn the House sine die today. വനിതാ സംവരണ ബിൽ, വർഗീയ കലാപ വിരുദ്ധ ബില്ല്, അഴിമതി വിരുദ്ധ ബില്ല് തുടങ്ങിയവ മാറ്റിവെച്ചാണ് രണ്ടാം UPA സർക്കാരിന്റെ അവസാന പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത്. മീഡിയ വൺ